അപ്പോൾ എനിക്ക് ഇനിയുള്ള ട്രാൻസ് കുട്ടികളോട് പറയുന്നത്, പലപ്പോഴും പല ആൾക്കാർ വീട്ടിലും കുടുംബത്തിലൊക്കെ അവർ ഒതുങ്ങി നിൽക്കുന്നത് ഈ ചിലപ്പോൾ ഈ പടച്ച റബ്ബ് ശപിക്കപ്പെട്ട വർഗ്ഗത്തിലേക്ക് നീ പോവല്ലേ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ശപിക്കപ്പെട്ട വർഗ്ഗം, അങ്ങനെ ഒരിക്കലും ഒരു കിതാബിലും പറയുന്നില്ല. പടച്ച റബ്ബ് പഠിച്ചിട്ടുണ്ടോ, അത് അള്ളാഹിൻ്റെ ഹലാലായ പടപ്പ് തന്നെയാണ്. പിന്നെ ഇത് നിങ്ങൾ ശപിക്കപ്പെട്ട വർഗ്ഗമാണ്, പെൺവേഷം കെട്ടി നടക്കുന്ന ആൾക്കാർ ശപിക്കപ്പെട്ട വർഗ്ഗമാണെന്നൊക്കെ പറയാറുണ്ട്. ഒരിക്കലും ഞാൻ പഠിച്ച കിതാബിൽ റബ്ബ് പറയുന്നൊരു കാര്യമുണ്ട്, റബ്ബിൻ്റെ ഒരു പടപ്പിനെയും പടച്ച റബ്ബ് ശപിക്കുന്നില്ല. പിന്നെ ഇതൊക്കെ ആൾക്കാർ ഉണ്ടാക്കിയ കാരണം, റസൂല് ശപിക്കപ്പെട്ട വർഗ്ഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ്, അല്ലെങ്കിൽ പെൺവേഷം കെട്ടുന്ന ആണുങ്ങളെയും ആൺവേഷം കെട്ടി നടക്കുന്ന പെൺകുട്ടികളും. ഒന്നാമതൊരു വേഷം കെട്ടല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഒരിക്കലും ഇത് റസൂല് ഒരിക്കലും ഒരാളെ ശപിച്ചിട്ടില്ല. റസൂല് എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, എല്ലാവരെയും സ്നേഹം കൊണ്ട് മൂടുന്ന വ്യക്തിയാണ്. അതുപോലെ പടച്ച റബ്ബിൻ്റെ ഓരോ സൃഷ്ടിയും പടച്ച റബ്ബ് അത്രയും ഹലാലാക്കിയിട്ടാണ് ഭൂമിയിലേക്ക് പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു സൃഷ്ടിനെയും പടച്ച റബ്ബ് കളിയാക്കില്ല, അല്ല ഒരു പടച്ച റബ്ബ് ശപിക്കുന്നില്ല. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ആണായി ജനിച്ച് ആണായി വളർന്ന് ഇടയ്ക്ക് വെച്ച് പെണ്ണാണെന്ന് തോന്നിയിട്ട് കൃത്രിമ മാർഗത്തിൽ ലൈംഗിക ഭാഗങ്ങളൊക്കെ മുറിച്ച് 12-13 സർജറി നടത്തണം. 40 ലക്ഷത്തിൽ ചില്ലാൻ രൂപ ചിലവ് വരും. ഒരു 2 വർഷം മുന്നേ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം. പിന്നെ മരിക്കോളം ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ട്രാൻസ് വുമണായിട്ട് നിത്യരോഗിയായി മാറുന്നതാണ് ട്രാൻസ്ജെൻഡർ. അതേപ്രകാരം പെണ്ണുങ്ങൾ ആണുങ്ങളായി മാറും. ഒരിക്കലും 100% ഒരു പെണ്ണിന് ആണാവാനോ ഒരാണിന് പെണ്ണാവാനോ പറ്റൂല. കാരണം പിതാവിൻ്റെ Y ക്രോമോസോമും മാതാവിൻ്റെ X ക്രോമോസോമും ചേരുമ്പോഴാണ് ആൺകുട്ടി ജനിക്കുക. ഓരോ കോശവും ആണായിരിക്കും. നേരെ മറിച്ച് പിതാവിൻ്റെ Xും മാതാവിൻ്റെ Xും ചേരുമ്പോഴാണ് പെൺകുട്ടി ജനിക്കുക. ആ പെൺകുട്ടിയുടെ ഓരോ കോശവും പെണ്ണായിരിക്കും. അപ്പോൾ പ്രകടമായി കാണുന്ന ലൈംഗിക ഭാഗങ്ങൾ, സെക്സ് എന്ന് പറയുന്ന ആ സാധനം, നമ്മുടെ ഈ ഡിസ്ചാർജിനുള്ള ഓർഗൻസ്, മൂത്രയിക്കാനും വിസർജനം നടത്താനുള്ള സാധനങ്ങൾ, ഇത് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറൊന്ന് തുന്നിപ്പിടിപ്പിച്ചതുകൊണ്ടോ, അതേപ്രകാരം പെൺകുട്ടി സ്തനം മുറിച്ചിട്ടതുകൊണ്ടോ, ആണ് സിൽക്കനും മറ്റൊക്കെ കുത്തിവെച്ചിട്ട് സ്തനഭാഗം വളർത്തിക്കൊണ്ടുവന്നുകൊണ്ടോ ഒരിക്കലും പെണ്ണാണാവൂല, ആണ് പെണ്ണാവൂല. ഈ പരിപാടി പറ്റൂല എന്ന് ഇസ്ലാം പറയണത്. അത് ചെയ്ത് ജീവിച്ചൊരാള് തെറ്റ് ചെയ്ത് ജീവിക്കുന്നു. അയാൾ മരിച്ചാൽ സാധാരണ തെറ്റ് ചെയ്ത ആളുകൾക്കൊക്കെ ഉണ്ടാവുന്നത് പോലെ വിചാരണ ഉണ്ടാവും. ഞാനത് കേട്ടെ സാധാരണ തെറ്റ് ചെയ്ത് മരിച്ച ഒരാൾക്ക് ഉണ്ടാവുന്ന വിചാരണ അയാൾക്കും ഉണ്ടാവും. നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ ഹുൻസ, ജനിക്കുമ്പോൾ തന്നെ 2 ലിംഗം ഉണ്ടാവും, അല്ലെങ്കിൽ ലിംഗം ഉണ്ടാവില്ല. ആ ഭാഗത്ത് ഡിസ്ചാർജിനുള്ളൊരു ഒരു എന്താണ് പറയുക, ദ്വാരം മാത്രം ഉണ്ടാവും. ഇതാണ് ഹുൻസ എന്ന് പറയുന്ന സാധനം. അത് ട്രാൻസ്ജെൻഡർ അല്ല, ഇജഡ എന്ന് പറയുന്ന സാധനമാണ്. അതിന് നമ്മുടെ ഇംഗ്ലീഷിൽ ഇന്റർസെക്സ് എന്നാണ് പറയുന്നത്. ഇത് സാധാരണ ഒന്നുകിൽ ആണാണ് അല്ലെങ്കിൽ പെണ്ണാണ്. അതെങ്ങനെ തീരുമാനിക്കുക? ഫിഖ്ഹിലൊക്കെ വ്യക്തമായ രീതിയിലുണ്ട്. 2 ലിംഗം ഉള്ളതിൽ ഏതാണ് കൂടുതൽ പ്രവർത്തനക്ഷമം, അതായിട്ടാണ് അവരെ പരിഗണിക്കുക. മറ്റേ ലിംഗം ശരീരത്തിന് കേടൊന്നും വരാത്ത വിധാണെങ്കിൽ അത് കട്ട് ചെയ്ത് ഒരു സർജനെ കൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ പൂർണ്ണമായ പുരുഷനോ പൂർണ്ണമായ സ്ത്രീയോ ആയി മാറും. അതെങ്ങനെ പ്രവർത്തനക്ഷമത തീരുമാനിക്കുക? അതിനും കുറേ മാർഗങ്ങളുണ്ട്. മൂത്രം ഒഴിക്കണത് ഏതിലൂടെയാണ് നോക്കണം. 2ലൂടെയും മൂത്രം വരുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഏതിലൂടെ നോക്കണം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൂടെ വരുന്നതായിരിക്കും അവരുടെ സെക്സ്. മറ്റേത് അപ്പുറത്ത് ഇപ്പോൾ ഒരു ഓട്ടുണ്ടായാൽ തന്നെ അതിലൂടെ കുറച്ച് മൂത്രം വരും പോലെ കൃത്രിമമായി വരുന്നതാണ്. അപ്പോൾ ആ ഭാഗം അടക്കണം, മറ്റേത് ഉഷാറാവും. അപ്പോൾ 2ലും ഒരേപോലെ സ്റ്റാർട്ടിങ് എന്നുണ്ടെങ്കിൽ ഏതാണ് അവസാനം നിൽക്കുന്നത് നോക്കും. 2ലും നിൽക്കുന്നത് ഒരേ പ്രകാരമാണെന്നുണ്ടെങ്കിലാണ് ഹുൻസൽ മുഷ്കിൽ, സംശയാസ്പൃതമായ ഹുൻസ എന്ന പേരിൽ വരിക. അവരെ പിന്നെ അവരുടെ ഏകദേശം ലൈംഗിക പക്വതക്ക് വന്നിട്ട് അവർക്ക് ഏത് ലിംഗത്തോടാണോ ലൈംഗിക ചായ്വ് എന്നുള്ളത് നോക്കണം. അവർ ആൺകുട്ടിയോടൊക്കെയാണ് നല്ല ചായ്വെങ്കിൽ ഈ സാധനം പെണ്ണാന്ന് മനസ്സിലാവും. അല്ല, ഒരു പെൺകുട്ടിയെ കാണുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഹുൻസക്ക് ലൈംഗികമായ ഉത്തേജനം വരുന്നതെങ്കിൽ ആള് ആണാന്ന് മനസ്സിലാക്കപ്പെടും. ഒന്നുകിൽ ആണാണ് അല്ലെങ്കിൽ പെണ്ണാണ്. അവർക്ക് സാധാരണ നമ്മളൊക്കെ ജീവിക്കണ അതേ ജീവിതമാണ്. വളരെ അപൂർവമായിട്ട് മാത്രമാണ് അങ്ങനത്തെ ജന്മങ്ങൾ ഉണ്ടാകുക. അവരെ സർജറി നടത്താൻ ഇസ്ലാം അനുവദിക്കുകയും ചെയ്യും. അപ്പം എന്താ ട്രാൻസ്ജെൻഡറിനെ സർജറി നടത്താത്തത്? അവിടെ പ്രശ്നം മെൻ്റലി പ്രോബ്ലമാണ്, ഇവിടെ പ്രശ്നം ബയോളജിക്കൽ പ്രോബ്ലമാണ്. ബയോളജിക്കൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഫിസിക്കലി ഉള്ളൊരു പ്രശ്നമാണ്. ഇപ്പം കാലിൽ മുള്ളു കയറിയിട്ടുണ്ടെങ്കിൽ സർജറി നടത്തും.
നേരെ മറിച്ച് മാനസിക രോഗം പിടിച്ച സർജറി നടത്തൂല, അതിന് വേറെ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ട്രാൻസ്ജെൻഡറിന് വെറും തോന്നലാണ് ഞാൻ ആണാണ് എന്നുള്ളത്. ഈ വറക്കപ്പുറത്തുള്ള ഒരു പെൺകുട്ടിക്ക് സിനിമ ഒക്കെ കണ്ടിട്ട് തോന്നുകയാണ് ഞാൻ ആണാണ്. പിന്നെ അവർ അതിനുള്ള പരിപാടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മോളെ നീ ആണല്ല നീ പെണ്ണാന്ന് ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. അതിന് ചിലപ്പോൾ സൈക്കോളജി നല്ല സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടി വരും, ചിലപ്പോൾ മെഡിസിൻ യൂസ് ചെയ്യേണ്ടി വരും. അല്ല എൻ്റെ ഇഷ്ടത്തിന് നടന്നു ഈ ഞാനായിക്കോന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും പെണ്ണാൻ വിചാരിച്ചാൽ എന്താ ചെയ്യാം? ഇത് മനസ്സിൻ്റെ തോന്നലല്ലേ. ഒരാണിന് പെണ്ണാകാൻ തോന്നി, അവൻ്റെ വൃഷ്ണവും അവൻ്റെ ലിംഗമൊക്കെ ഛേദിച്ച് കളഞ്ഞ് സിലിക്കണൊക്കെ കുത്തിവെച്ച് അവിടുത്തെ സ്ഥനമൊക്കെ വർദ്ധിപ്പിച്ചു, നിതമ്പൊക്കെ വലുതാക്കി, താടിമീശൊക്കെ ഹോർമോൺ കുത്തി കളഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഇനി ആണാവണം തോന്നിയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റൂല. ആണ് പെണ്ണ് ട്രാൻസ്ജെൻഡർ ഇങ്ങനെ 3 ലിംഗൊന്നുമല്ല ഇപ്പൊ ഈ ടീം പറയണത്. 60ഉം 120ഉം ലിംഗം ഉണ്ട് എന്നാണ്. അങ്ങനെയാണ് കുറെ ആളുകൾക്ക് നായാവാൻ തോന്നുന്നത്. 12 ലക്ഷം ചെലവഴിച്ചാണ് ജപ്പാനിലൊരു ചെങ്ങായിയുടെ നായായത്. ഒരു കൊല്ലം ചാടിച്ചാടി നടന്നു, ഇപ്പോൾ പിന്നെയും മനുഷ്യനാവണത്ര. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഓസ്ട്രേലിയയിലൊരു ചങ്ങാതി അന്യഗ്രഹ ജീവിയായി. നാക്ക് ഇങ്ങനെ ഛേദിച്ച് 2ആക്കി, ചെവി കൂർപ്പിച്ച് ലുട്ടാപ്പിൻ്റെ പോലെ ആക്കി, ഈ തലയിൽ 2 കൊമ്പ് സർജറി നടത്തി ഫിറ്റ് ചെയ്യിപ്പിച്ചു, ശരീരമാസകലം ചെതുമ്പൽ വെച്ച് പിടിപ്പിച്ചു, വാല് സർജറി ചെയ്ത് വെച്ചു, പിന്നെ ഒക്കെ ടാറ്റു കുത്തി, പലയിടത്തും ഈ തുളച്ചിട്ട് കടുക്കനിട്ടു. സമ്മേളനം നടത്തി, പത്രസമ്മേളനം നടത്തി എന്നെ ആരും ജോലിക്ക് വിളിക്കണില്ല, എനിക്ക് ഭ്രാന്താന്ന് അവർ പറയണത്. ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ ഭ്രാന്ത് എന്നല്ല പറയണ്ട, മൂച്ചിപ്പിരാന്ത് എന്ന് പറയണം. ഈ ചങ്ങാതിക്ക് ഇനി എങ്ങനെയാണ് നാക്ക് ശരിയാക്കാൻ പറ്റുക? അപ്പോ തോന്നലിനനുസരിച്ച് ശരീരം കണ്ടിക്കരുത് എന്ന് ഇസ്ലാം പറയും. നേരെ മറിച്ച് ഈ ചോദ്യത്തിലുള്ള ഹുൻസയ്ക്കോ അവർക്ക് ശരീരത്തിനാണ് പ്രശ്നം. ഇവിടെ എക്സ്ട്രാ വിരലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാൻ സമ്മതിക്കണ പോലെ, കാലിനുള്ളിൽ ചില്ല് കയറിയിട്ടുണ്ടെങ്കിൽ അത് പറിച്ചെടുക്കാൻ വേണ്ടി സർജറി നടത്താൻ പറ്റുന്ന പോലെ ഇവരുടെ ബയോളജിക്കൽ പ്രോബ്ലം തീർക്കാൻ വേണ്ടിയിട്ട് സർജറി നടത്താൻ പറ്റും. അപ്പൊ ട്രാൻസ്ജെൻഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുൻസയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ഹുൻസയാണെങ്കിൽ സാധാരണ മനുഷ്യനാണ്, ഒന്നുകിൽ ആണാണ് പെണ്ണാണ്, നമുക്കൊക്കെ ഉണ്ടാകുന്ന പോലെ പരലോകത്ത് വിചാരണ ഉണ്ടാവും. അല്ല, നേരത്തെ പറഞ്ഞ പോലെ ഈ പുരുഷനായി ജനിച്ചു വളർന്ന് പിന്നെ ഇടയ്ക്കൊരു തോന്നലിന് പെണ്ണാക്കി മാറാൻ ശ്രമിച്ച ആള് ആ ട്രാൻസ്ജെൻഡറാണ് ഉദ്ദേശിക്കണതെങ്കിൽ അവർ തെറ്റ് ചെയ്ത് മരിച്ചുപോയ ആളാണ്. തെറ്റ് ചെയ്ത് മരിച്ചുപോയ ആളുകൾക്ക് എന്താ ഉണ്ടാവുക? അതുപോലെ ചോദ്യോത്തരമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നരകത്തിലിടും, അതിൻ്റെ പണിഷ്മെൻ്റൊക്കെ കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കാക്കും. പക്ഷെ ട്രാൻസ്ജെൻഡർ ആയി കഴിഞ്ഞ് മതം മാറുന്ന ഒരു രീതിയുണ്ട്, അമ്മ എന്നുള്ള ദൈവത്തിന് വിശ്വസിക്കൽ. അപ്പോൾ പിന്നെ മസല മാറും. മതം നിഷേധിച്ചു കഴിഞ്ഞാൽ കാഫറാണ്, കാഫർ നിത്യമായി നരകത്തിൽ വസിക്കുന്നതുമാണ്. ട്രാൻസ്ജെൻഡറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പം ആണായിട്ട് ആൺകുട്ടിയായിട്ട് ജീവിച്ചവർ പെട്ടെന്ന് സ്ത്രീയായിട്ട് മാറി കുറേ കാലം ഇങ്ങനെ പോയി. ആ പെണ്ണ് മരണപ്പെട്ടാൽ, ആ ട്രാൻസ്ജെൻഡർ മരണപ്പെട്ടാൽ അതിനെ മയ്യത്ത് കുളിപ്പിക്കുന്നത് ഏത് മസലയിലാണ്? മയ്യത്ത് കുളിപ്പിക്കൽ മാത്രമൊന്നുമല്ലല്ലോ, തൊട്ട ഒന്നും മുറിയൊന്നുമില്ല. അതിൻ്റെ മുന്നേ, മരിക്കണതിൻ്റെ മുന്നേ ഒരാൾക്ക് പൂർണ്ണമായി ശാസ്ത്രം കൊണ്ടോ മറ്റോ പൂർണ്ണമായി പെണ്ണായി മാറാൻ പറ്റിയാൽ അവർക്ക് പെണ്ണിൻ്റെ മസലായിരിക്കും. പൂർണ്ണമായി പെണ്ണായി മാറാൻ പറ്റിയില്ലെങ്കിലോ ആണിൻ്റെ മസലായിരിക്കും. നിലവിൽ പൂർണ്ണമായി പെണ്ണായി മാറാൻ ഒരു വകുപ്പുമില്ല. 2 മാസമെങ്ങാനും ഹോർമോൺ കുത്തിവെച്ചിട്ടില്ലെങ്കിൽ അവർ വീർപ്പിച്ചു വെച്ച സാധനങ്ങളൊക്കെ മാങ്ങ ഉപ്പിലിട്ട പോലെ ചുങ്ങിട് പോകും. പന്തിന് മുള്ളു കയറിയ പോലെ അവരുടെ മാറിട കൊണ്ട് ചുങ്ങിപ്പോകും. അപ്പോൾ അവരാണെന്നെ നടത്തും. കാരണം അടിസ്ഥാനപരമായി ആണിൻ്റെ ഹോർമോൺ വരുന്നത് കൊണ്ടാണ് സ്തനം ചുങ്ങണത്. അത് ചുങ്ങാതിരിക്കാൻ മാസാമാസം കൃത്രിമമായി പെണ്ണ് ഹോർമോൺ കുത്തിവെക്കണം. പൂർണ്ണമായി ഒരാൾക്ക് ആണാവാൻ പറ്റുമെങ്കിൽ പിന്നെ ആണിൻ്റെ മസലയാണ്. ഓനെ തൊട്ട ഒതുമുറിയില്ല, ഓനെ കുളിപ്പിക്കേണ്ടത് ആണുങ്ങളാണ്. പൂർണ്ണമായി പെണ്ണാവാൻ പറ്റിയാൽ പെണ്ണിൻ്റെ മസലയാണ്. അവളെ അതുവരെ ആണായിരുന്നെങ്കിൽ പോലും അവളെപ്പോൾ തൊട്ട ഒതുമുറിയും. പക്ഷെ ശാസ്ത്രീയമായിട്ട് പൂർണ്ണമായിട്ട് ആണോ പെണ്ണാവാനൊന്നും പറ്റൂല. പിന്നെ എങ്ങനെയാണ്? ഒരൗലിയ കറാമത്തോണ്ട് ഇടാക്കി സങ്കല്പിച്ചോളൂ. ഒരൗലിയ കറാമത്തോണ്ട് ഒരു മയമീനെ നേരെ ഭാഗത്തും നോക്കി ഫുള്ളി മാറി. ഇപ്പൊ ഈ ട്രാൻസ്ജെൻഡർ പെണ്ണായി എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന സാധനങ്ങളില്ലേ, ഓലെ പെൻഡുലം പോയി തന്നെ ഉള്ളൂ. പ്രസവിക്കാൻ പറ്റുമോ? ഇല്ല. നേരാവണ്ണം സെക്സ് പറ്റുമോ? ഇല്ല. ഗർഭാശയുണ്ടോ? ഇല്ല. ഹയല് വരുമോ? ഇല്ല. ഹയതിന്റെ കൃത്യം 14 ദിവസമാണ് ഓവുലേഷൻ ഉണ്ടാകുക, അണ്ടവിസർജനം, അതുണ്ടോ? ഇല്ല. പിന്നെ കോലത്തിൽ ഇങ്ങനെ കുലുക്കി നടക്കാനുള്ള 2 സാധനം ഉണ്ടാക്കി, അതുകൊണ്ട് അങ്ങനെ പെണ്ണാവോ?
അപ്പൊ പൂർണ്ണമായി പെണ്ണായാൽ പെണ്ണിന്റെ മസാല, പൂർണ്ണമായി ആണായാൽ ആണിന്റെ മസാല. അതിനി എന്നങ്ങോ കുറെ കഴിഞ്ഞിട്ട് ശാസ്ത്രത്തിന് പറ്റുകയാണെങ്കിലും അപ്പം ഈ മസാല വരും. ഈ നിലവിൽ അങ്ങനെ ഒരു സംവിധാനമല്ല. ഒരു 10-500 കൊല്ലം കൊണ്ട് അങ്ങനെ ആവൂല. പിന്നെന്തിനാ ഈ മസാല? ഇപ്പൊ ഒരു പെണ്ണ് കല്ലായി, ഭർത്താവ് കല്ലായി. ഇപ്പൊ ഒരു ദമ്പതികൾ, ഒരു ഫാത്തിമ മുഹമ്മദ് ദമ്പതിയിലെ ഭർത്താവ് ആവുന്ന മുഹമ്മദ് നേരാവണ്ണം ശിലയായി അങ്ങോട്ട് മാറി. ആ പെണ്ണ് ബായിനായ തലാക്കായി. പിന്നെ അവൾക്ക് വേറെ ആളെ കെട്ട. ഈ മസലയാണ് ഇവിടെയും വരിക. 100% ഒരാൾ പെണ്ണായി, എന്നാ പിന്നെ പെണ്ണിനെ തൊട്ടാ പോലെ ഒന്നും മുറിയും. അവളെ കഴുകേണ്ടതും കുളിപ്പിക്കേണ്ടതും ഒക്കെ പെണ്ണ് തന്നെയാണ്. അതല്ലാത്ത കാലത്തോളം അത് ആണെന്നെയാണ്. പിന്നെ സൂക്ഷ്മത പാലിക്കേണ്ടി വരും. പെണ്ണിനെ പോലെ ഹോർമോണൊക്കെ കുത്തിവെച്ചത് കൊണ്ട് പെണ്ണിന്റെ ശരീരം പോലെ കുറെ ഭാഗത്തൊക്കെ തോന്നുന്നത് കൊണ്ടും എന്ത് ചെയ്യേണ്ടി വരും? നല്ല സൂക്ഷ്മമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. 12 ലക്ഷം ചെലവഴിച്ചാണ് ജപ്പാനിലൊരു ചെങ്ങായിയുടെ നായായത്. ഒരു കൊല്ലം ചാടിച്ചാടി നടന്നു. ഇപ്പോൾ അവന് പിന്നെയും മനുഷ്യനാവണത്ര. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഓസ്ട്രേലിയയിലൊരു ചങ്ങാതി അന്യഗ്രഹ ജീവിയായി. നാക്ക് ഇങ്ങനെ ഛേദിച്ച് 2ആക്കി, ചെവി കൂർപ്പിച്ച് ലുട്ടാപ്പിന്റെ പോലെ ആക്കി, ഈ തലയിൽ 2 കൊമ്പ് സർജറി നടത്തി ഫിറ്റ് ചെയ്യിപ്പിച്ചു, ശരീരമാസകലം ചെതുമ്പൽ വെച്ച് പിടിപ്പിച്ചു, വാല് സർജറി ചെയ്ത് വെച്ചു, പിന്നെ ഒക്കെ ടാറ്റു കുത്തി, പലയിടത്തും ഈ തുളച്ചിട്ട് കടുക്കനിട്ടു. സമ്മേളനം നടത്തി, പത്രസമ്മേളനം നടത്തി പറ, എന്നെ ആരും ജോലിക്ക് വിളിക്കണില്ല, എനിക്ക് ഭ്രാന്താന്ന് അവർ പറയണത്. ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ ഭ്രാന്ത് എന്നല്ല പറയണ്ട, മൂച്ചിപ്പിരാന്ത് എന്ന് പറയണം. ഈ ചങ്ങാതിക്ക് ഇനി എങ്ങനെയാണ് നാക്ക് ശരിയാക്കാൻ പറ്റുക? അപ്പോ തോന്നലിനനുസരിച്ച് ശരീരം കണ്ടിക്കരുത് എന്ന് ഇസ്ലാം പറയും. മനുഷ്യനാണോ ചില നിയമങ്ങളിൽ ബന്ധിതനാണ്. സർവതന്ത്ര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന ചില മാഞ്ഞാളുണ്ട്. ഇപ്പോ സർവതന്ത്ര സ്വാതന്ത്ര്യം, അതേക്കുറിച്ചാണ് നമ്മൾ ലിബറലിസം എന്നൊക്കെ പറയൽ. സർവതന്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പ്രായോഗികമേ അല്ല. കുറെ ആളുകളൊക്കെ ഇപ്പൊ അങ്ങനെയാണ്. മൈ ബോഡി ഈസ് മൈ ചോയ്സ്, എന്റെ ശരീരം എന്റെ അധികാരം. നിങ്ങളുടെ തിരുവനന്തപുരത്താണ് 2 ആഴ്ച മുമ്പേ LGBT-ക്കാരുടെ പ്രൈഡ് പരോഡ് നടന്നത്. അവരുടെ അഭിമാനയാത്ര പരമാവധി വൃത്തികേടുകൾ കാണിച്ച് നഗ്നത പുറത്താക്കി, പെണ്ണും ആണും ആൺകോലവും പെൺകോലവും കെട്ടിയവരും ട്രാൻസ് വുമണും ട്രാൻസ്മാനും ഒക്കെ പാടെ ചേർന്നിട്ട് ആഘോഷ റാലി. അതിൻ്റെ അവസാനം അവരുടെ റെയിൻബോയുടെ കടലുള്ള അവരുടെ മഴവില്ലിൻ്റെ കളറുള്ള പതാകയും പിടിച്ചിട്ട് അവർ നടത്തുന്ന ഒരു പ്രതിജ്ഞയുണ്ട്: എൻ്റെ ശരീരം എൻ്റെ അധികാരം, എൻ്റെ ശരീരം എൻ്റെ അധികാരം. ഞാൻ വേണ്ട വിധം എൻ്റെ ശരീരം കൈകാര്യം ചെയ്യും. എനിക്ക് ലൈംഗികമായി ലഭ്യമായ ഓർഗനുകൾ ഞാൻ വെട്ടിമുറിക്കും. ആണായി പിറന്ന ഞാൻ പെണ്ണായി മാറും, പെണ്ണായി പിറന്ന ഞാൻ ആണായി മാറും. ഞാൻ എനിക്ക് പറ്റുമെങ്കിൽ ആണിനെ കെട്ടി ജീവിക്കും, ഒരു പെണ്ണിന് അവൾക്ക് പറ്റുമെങ്കിൽ പെണ്ണിനെ കെട്ടി ജീവിക്കും. നിങ്ങളെ ഈ തെക്ക് ഭാഗത്താണ് കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ പോലീസ് പിടിച്ചു കൊണ്ടുവന്നാക്കി കൊടുത്തിട്ടുള്ള മറ്റൊരു പെൺകുട്ടിയുള്ളത്. അവരുടെ പേരൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, തൽക്കാലം ഞാനത് പറയുന്നില്ല. സൗദിയിലായിരുന്നു അവർ +1ഉം +2ഉം പഠിച്ചത്. അന്ന് അവർ രണ്ടുപേരും പ്രണയത്തിലായി. അവർ രണ്ടുപേരും കപ്പിളായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു. ലെസ്ബിയൻ കപ്പിൾസ്. ഏറ്റവും ഫേമസ് ആണ് അവരത്രേ. അവരെ ഇന്റർവ്യൂ നടത്താൻ വേണ്ടി വ്ളോഗർമാരിങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോയിന്റ്മെന്റിന് വേണ്ടി. എന്നിട്ട് അവരിങ്ങനെ ഇന്റർവ്യൂവറുടെ മുമ്പിൽ വന്നൊരു ചെറിയ സ്കേർട്ട് വിട്ട് കാലുമ കയറ്റി വെച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിതാവിൻ്റെയും മാതാവിൻ്റെയും കുറ്റവും കുറവുകളും. എത്രമേൽ സങ്കടം ഉണ്ടാവും, എത്രമേൽ സങ്കടം ഉണ്ടാകും. എത്ര കഷ്ടപ്പെട്ടായിരിക്കും മാതാപിതാക്കൾ അവരെ നോവറിയാതെ ഒരുവിധ പ്രയാസം അറിയാതെ വളർത്തിക്കൊണ്ടുവന്നത്. അവസാനം വെച്ചിട്ട് വ്ളോഗറെ കാണുമ്പോൾ മാതാപിതാക്കളുടെ വളരെ മാരകമായ രീതിയിൽ ആക്ഷേപം ഉന്നയിക്കുന്നു. തുറന്ന മാതാപിതാക്കളെ കുറ്റം പറയുന്നു. എന്താ പ്രശ്നം? പ്രസവിച്ചാ പോരാ, സ്വാതന്ത്ര്യം തരണം എന്നാണ് അവർ പറയുന്നത്. ആർക്കാണ് 100% സ്വാതന്ത്ര്യമുള്ളത്? സൗദിയിലാണ് ഇവർ ജീവിച്ചതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിച്ച് നോക്കുക.
6 വയസ്സിലും 7 വയസ്സിലും 10 വയസ്സിലും ഒക്കെ ഉമ്മയുടെയും വാപ്പയുടെയും കൈപിടിച്ചുകൊണ്ട് അവർ സൗദിയിലെ ഒരു പറപറക്കും വാഹനങ്ങളുള്ള എക്സ്പ്രസ് ഹൈവേയുടെ പരിസരത്തൂടെ നടക്കുമ്പോൾ സ്വാഭാവികമായും ഒരു കുട്ടിക്കുണ്ടാവുന്ന കുസൃതിയുണ്ട്. ഉമ്മയുടെയും വാപ്പയുടെയും കൈയൊക്കെ വിടുവിച്ചിട്ട് ഓടണമെന്ന്, ആ റോഡ് മുറിച്ച് കിടക്കണമെന്ന്. അങ്ങനെയെങ്ങാനും ഇവർ കൊതറാൻ ശ്രമിക്കുമ്പോൾ കുതറിയിട്ട് ഉമ്മയുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ട് ആ റോഡ് എക്സ്പ്രസ് വേ മുറിച്ചു കിടക്കണമെന്ന് അവർ വിചാരിക്കുമ്പോൾ ആ മാതാവോ പിതാവോ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ആ മാതാവിനെയും പിതാവിനെയും മെക്കെട്ട് കയറാൻ അവരുണ്ടാവില്ലായിരുന്നു. എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലും സ്വാതന്ത്ര്യം എവിടെ കിട്ടുന്നു? നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമുണ്ട്, എനിക്കുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ വേദിയിലിരിക്കുന്ന നിങ്ങളെല്ലാവരും കൂടെ സ്റ്റേജിൽ കയറിയിരുന്നാൽ അതിന് സ്വാതന്ത്ര്യമില്ല. നിങ്ങൾ അവിടെ ഇരിക്കണം, ഞാൻ ഇവിടെ ഇരിക്കണം. നിങ്ങൾ പ്രഭാഷണം കേൾക്കാൻ വന്നതാ, ഞാൻ ഇവിടുന്ന് ഒരു പാട്ട് പാടിയാലോ? അതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, എല്ലാ സ്വാതന്ത്ര്യമൊന്നും ഗുണമല്ല. അതുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ മതിലുകളുടെ അവസാനം പറയുന്നത്, ആർക്കുമാണ് നിന്റെ സ്വാതന്ത്ര്യം എന്ന്. ആ കഥ വായിച്ചവരുണ്ടാകും. അയാൾ ജയിലിലാണ്. അപ്പുറത്ത് വനിതാ ജയിലിലുള്ള ഒരു പെണ്ണുമായി യാദൃച്ഛികമായി ഇയാൾ സ്നേഹത്തിലാകുന്നു. അവർ തമ്മിൽ മതിലിന്റെ അപ്പുറത്ത് നല്ല വർത്താനങ്ങളും നടക്കും. ചെറിയൊരു ഓട്ടയിലൂടെ ഇയാൾ പൂവൊക്കെ വെച്ചു കൊടുക്കും. വാർഡന്മാരത് കണ്ടുപിടിച്ചിട്ട് ആ ദ്വാരം അവരടച്ചു കളഞ്ഞു. ഇതുവരെ കണ്ടിട്ടില്ല. അവരിങ്ങനെ സംസാരിച്ച് ഭയങ്കര ബന്ധത്തിലായി. അവസാനം അവരൊരു ഐഡിയ തീരുമാനിച്ചു, നാളെ 2 പേർക്കും പനിക്കണം. അങ്ങനെ ജയിലിലെ ആശുപത്രിയിലേക്ക് 2 പേരും എത്തണം. ആശുപത്രി കോമണാ, ആണിനും പെണ്ണിനും വേറെ ഇല്ല. അവിടെ വെച്ചിട്ട് നമുക്ക് കാണാം. അങ്ങനെ രാത്രി ഇങ്ങനെ ഉറക്കൊഴിച്ച് അതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരം വെളുത്തപ്പോൾ പെട്ടെന്ന് കുളിച്ചൊരുങ്ങാണ്, പനിക്കാനുള്ളതാണ്. ലഭ്യമായ നല്ല ഡ്രസ്സൊക്കെ എടുക്കുകയാണ്. ആശുപത്രി തുറക്കണമെങ്കിൽ 9 മണിയാവണം. അവരിങ്ങനെ കാത്തിരിക്കുകയാണ് പനിയായിട്ട് ആശുപത്രി പോവാൻ. ആ സമയത്താണ് വാർഡൻ വന്നിട്ട് ഇന്ന് നിങ്ങൾ റിലീസാണെന്ന് പറയണേ, അയാൾ ജയിലിൽ നിന്ന് മോചിതനായി എന്നുള്ള റിപ്പോർട്ട് കൊടുക്കുന്നത്. ഇതിങ്ങനെ പിടിച്ചു വറച്ചിട്ടാ പറയണ, ആർക്കുമാണ് നിന്റെ സ്വാതന്ത്ര്യം എന്ന്. എല്ലാ സ്വാതന്ത്ര്യമൊന്നും മനുഷ്യന് പറ്റില്ല എന്നാണ് ഞാനും പറയണത്. മനുഷ്യന് ചില നിയമങ്ങൾ നിർബന്ധമാണെങ്കിൽ ആ നിയമങ്ങൾ ഏതാവണം. വേറൊരു കൂട്ടർ മനുഷ്യർ സൃഷ്ടിച്ചതാണെങ്കിൽ അവർക്ക് കുറെ പരിമിതികളുണ്ട്, കുറഞ്ഞ വിവരം ഉണ്ടാവുള്ളൂ, ഭാവി കാലത്തെ കുറിച്ചൊന്നും അറിയില്ല. പിന്നെ ആരാണ് മനുഷ്യനെ നിയന്ത്രിക്കേണ്ടത്, ആ നിയമങ്ങൾ സംവിധാനിക്കേണ്ടത്? വളരെ ലളിതമായ ഉത്തരമാണ് ഇസ്ലാം പറയുന്നത്. അവൻ അല്ലാഹുവാവണം, നമ്മുടെ സ്രഷ്ടാവണം, സർവജ്ഞനാണവൻ, സർവകാലത്തെ കുറിച്ച് കൃത്യമായി അറിയുന്നവൻ, തുടക്കമില്ലാത്ത ഉണ്മയാണവൻ. മനുഷ്യൻ എങ്ങനെ പ്രവർത്തിക്കണമെന്നതിന്റെ മാനിഫെസ്റ്റോ നിർമ്മിക്കേണ്ടത് മനുഷ്യനെ പടച്ചോനാണ്. ഈ മൊബൈൽ കണ്ടുപിടിച്ച ചങ്ങാതി ആദ്യം ഇതുകൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് അയാൾ ഇതിന്റെ പ്രവർത്തനം എങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ആദ്യമായിട്ട് മൊബൈലിനെ കാണുന്ന നമ്മുടെ മുമ്പിലുള്ള ഒരാൾ വന്നിട്ട് പറയാം അങ്ങനൊന്നുമല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ എത്രമേൽ വിഡ്ഢിയാണ് അയാൾ. മാർക്കോണി റേഡിയോ കൊണ്ടുവരുന്നു, ഇങ്ങനെ പിടിച്ചാൽ സ്റ്റേഷൻ കിട്ടുന്നു, ഇങ്ങനെ കൂട്ടിയാൽ സൗണ്ട് കൂടുന്നൊക്കെ പറയുമ്പോൾ അതൊന്നുമല്ല, സൗണ്ട് കൂടുന്ന പറഞ്ഞതാണ് സ്റ്റേഷൻ എന്ന് പറഞ്ഞതാണ് സൗണ്ട് കൂട്ടുന്ന സാധനം എന്ന് പുറമുള്ളൊരു പൊട്ടം പറഞ്ഞാൽ എന്തുമേൽ വിഡ്ഢിയാണോ? നമ്മളാകുന്ന ഈ ഉപകരണം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നമ്മളോട് പറയുന്നത് നമ്മളെ പടച്ച റബ്ബാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മൈ ബോഡി ഈസ് മൈ ചോയ്സ്. പറ്റില്ലെന്ന് റബ്ബ് പറയുന്നു. നിങ്ങളുടെ ശരീരത്തെ ഇങ്ങനെയൊക്കെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, നിങ്ങൾ കരുതുന്നത് പോലെ ഉപയോഗപ്പെടുത്തിക്കൂടെന്ന് റബ്ബ് പറയുന്നു. അതിന് പിന്നിൽ വലിയ ആദർശങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, തീരുമാനങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പറയണം ആ നിലക്കൊന്നുമല്ല. ഞാൻ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണത്തിലേക്ക് പോകാം. ഞാനൊരു കാറ് മേടിക്കുന്നു. ആ കാറിൽ അതിന്റെ ഇന്ധന ടാങ്കിൽ ഡീസൽ ഒഴിക്കണമെന്നാണ് കമ്പനിയുടെ നിയമം. ഞാൻ പറയാണ്, വീട്ടിൽ കുറെ മണ്ണെണ്ണ സ്റ്റോക്ക് ഉണ്ട്, ഞാനതിൽ ഒഴിക്കും പറഞ്ഞാൽ മൈ ബോഡി ഈസ് മൈ ചോയ്സ് എന്ന് പറഞ്ഞ പോലെ മൈ കാർ ഈസ് മൈ ചോയ്സ് എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിന്റെ റേഡിയേറ്ററിൽ പണ്ടൊക്കെ വെള്ളം ഒഴിച്ചിരുന്നു, ഇപ്പോ ഗ്രീൻ കളറുള്ള ഒരു ലിക്വിഡ് ഒഴിക്കാറുണ്ട്, ഒരു കൊഴുത്ത ദ്രാവകം. വീട്ടിൽ ഇന്നലത്തെ കഞ്ഞിവെള്ളം ഉണ്ട്, നല്ല കൊഴുപ്പുണ്ട്, ഞാനിത് അങ്ങോട്ട് ഒഴിക്കും എന്ന് പറഞ്ഞാലോ? ഈ കാർ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അത് നിർമ്മിച്ചയാൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വലതുവശത്ത് ചേർന്ന് നിൽക്കുന്ന പെടല ചവിട്ടിയിട്ടുണ്ടെങ്കിൽ കാറിന് ഊക്ക് കൂടും.
ഇന്ധനം കൂടുതലായി യന്ത്രത്തിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ സെൻട്രലിൽ ഒരു പെടലുണ്ട്, അത് ചവിട്ടിയാൽ വണ്ടി നിന്നിരിക്കും. അതിൻ്റെ ലെഫ്റ്റ് വശത്ത് ഒരു പെടലുണ്ട്, അതിന് ആക്സിലേറ്റർ, അതിന് ക്ലച്ച് എന്നാണ് പറയുക. അത് ഉപയോഗിക്കേണ്ടത് ഇന്ന സമയത്താണ് എന്നൊക്കെ കമ്പനി അതിൻ്റെ ഒരു ബുക്കിൽ, അതിൻ്റെ ഒരു ചെറിയ നോട്ടീസിൽ എഴുതി തരുമ്പോൾ ഒരു പൊട്ടനായ ഡ്രൈവർ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇത് എൻ്റെ കാറാ, ഫുൾ കാശ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ടയോട്ടയായിട്ട് ഇനി ഒരു ബാധ്യതയും നിലനിൽക്കണില്ല, ഇത് ഞാൻ കൂടെ ടാക്സ് കൊടുക്കുന്ന റോഡാണ്, മൈ കാർ ഈസ് മൈ ചോയ്സ്, എൻ്റെ കാർ ഞാൻ എനിക്കിഷ്ടമുള്ള മാതിരി ഉപയോഗിക്കുമെന്നൊരു പൊട്ടൻ തീരുമാനിച്ചാൽ ഒരു വളവിൽ അത്യാവശ്യം 90 സ്പീഡിൽ ഇയാൾ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തുനിന്ന് നിറയെ മെറ്റൽ നിറച്ചിട്ടൊരു വലിയ ലോറി ടോറസ് ഇങ്ങനെ കടന്നു വരുന്നു. അവന് ഇത്തിരി സ്പീഡിലാണ്. രണ്ടുപേരും ഇങ്ങനെ ചുംബിക്കാൻ നിൽക്കുകയാണ്. ആ സമയത്താണ് കമ്പനിക്കാരൻ്റെ നിയമം ഓർമ്മ വരുന്നത്, സെൻറ്ററിലെ പെടൽ ആഞ്ഞു ചവിട്ടണം. ഒരു യുക്തിവാദിയായിരുന്നു കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സർവതന്ത്ര സ്വാതന്ത്ര്യനാണ്, എൻ്റെ കാർ, മൈ കാർ ഈസ് മൈ ചോയ്സ്, ഞാൻ ആ വലതുവശത്തിലുള്ള ആക്സിലേറ്റർ ആഞ്ഞു ചവിട്ടെന്ന് പറഞ്ഞാൽ അതോടെ തീർന്നു അയാളുടെ ജീവിതം. അതോടെ തീർന്നു അയാളുടെ ജീവിതം. എന്തേ, കാർ അയാളുടേതല്ലേ? ആണ്. അയാളല്ലേ കാശ് കൊടുത്തേ? അതും ശരിയാണ്. ടാക്സ് കൃത്യമായി അടക്കുന്നില്ലേ? ആണ്, ഉണ്ട്, ഒക്കെ റെഡിയാണ്. പക്ഷെ അയാൾ ഇഷ്ടം പോലെ അയാളുടെ കാർ ഉപയോഗിക്കാൻ കഴിയില്ല. അവിടെ സെൻറ്ററിലുള്ള പെടൽ ആഞ്ഞു ചവിട്ടണം, വണ്ടി നിൽക്കണം, അല്ലെങ്കിൽ ടോറസിന്റെ ഉള്ളിലേക്ക് ഇത് കയറിപ്പോകും. അത് വലിച്ചെടുക്കാൻ തന്നെ കുറെ ആളുകൾ മെനക്കെടേണ്ടി വരും. വളരെ ലളിതമാണ് ഞാൻ പറയുന്നത്. ഒരു യന്ത്രം എങ്ങനെ ഉപയോഗിക്കണമെന്ന് അതിനെ പടച്ചവൻ, അതിനെ സൃഷ്ടിച്ചവനാണ് കൽപ്പിക്കേണ്ടത്. മനുഷ്യനാകുന്ന വാഹനം, ഇത് ശരിക്കും വാഹനമാണ്. ഇത് ശരിക്കും വാഹനമാണ്, നമ്മുടെ ആത്മാവിന് സഞ്ചരിക്കാനുള്ളൊരിടം മാത്രം. അതുകൊണ്ടാണ് വാപ്പ മരണപ്പെട്ടാൽ അതുവരെ ഉപ്പച്ചി എന്ന് വിളിച്ചിരുന്ന മക്കൾ വിളിമാറ്റുന്നത്, നാട്ടുകാർ വിളിമാറ്റുന്നത്. പിന്നീട് അവരുടെ പ്രയോഗം തന്നെ മാറുന്നത്. രോഗമായി മരണത്തിന് തുല്യം വാപ്പ കിടക്കുമ്പോ വാപ്പനെ കുളിപ്പിക്കണ്ടേ എന്ന് പറഞ്ഞിരുന്ന മക്കൾ വാപ്പന്റെ മയ്യത്ത് കുളിപ്പിക്കണ്ടേ എന്ന് ചോദിക്കുന്നു. വാപ്പ എവിടെ? ഇസ്രായേൽ പോയിട്ടുണ്ട് വാപ്പയുമായി. വാപ്പനെ എപ്പോഴാണ് എടുക്കുക എന്നല്ല ചോദ്യം, വാപ്പയുടെ മയ്യത്ത് എപ്പോൾ എടുക്കുന്നു എന്നാണ്. വാപ്പയെ എപ്പോ മറമാടുന്നു എന്നല്ല ചോദ്യം, വാപ്പയുടെ മയ്യത്തപ്പ മറമാടുന്നു എന്നാണ്. ആരായിരുന്നു വാപ്പ? വാപ്പയുമായി ഇസ്രായേൽ പോയിട്ടുണ്ട്. ആ വാപ്പയ്ക്കും മകനും എനിക്കും നിങ്ങൾക്കും സഞ്ചരിക്കാനുള്ള വാഹനമാണ് ഈ കാണുന്ന ബോഡി. ഇതെങ്ങനെ ഉപയോഗപ്പെടുത്തണം? ഇതിലേക്ക് ഏത് വെള്ളം ചേർക്കണം? കള്ളു കുടിക്കരുതെന്ന് മനുഷ്യനെ പടച്ച റബ്ബ്, മനുഷ്യന്റെ ജീവിത രീതിയാവുന്ന മാനിഫെസ്റ്റോ, ദി ലാസ്റ്റ് ടെസ്റ്റമെന്റ്, അവസാന നിയമം, പരിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്ത് മാഇദയുടെ 90-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇന്നമൽ ഖംറു വൽ മൈസിർ, ഇതിലൂടെ മദ്യം കയറ്റരുത്. കാറിന്റെ ടാങ്കിൽ ഡീസൽ ഒഴിക്കണം, മണ്ണെണ്ണ പാരരുതെന്ന് കമ്പനി പറയുന്നത് പാലിക്കാൻ നാം തയ്യാറാകുന്നുണ്ടോ? മനുഷ്യനെ പടച്ച റബ്ബ് പറയുന്നു ഇതിലൂടെ മദ്യം കയറ്റരുതെന്ന്, അത് പാലിക്കാനും നമ്മൾ നിർബന്ധിതരാണ്. കാറ് 2 ആഴ്ച നമ്മൾ ഇട്ടു പോകില്ല. ഉംറക്ക് പോകുമ്പോൾ അയൽവാസിനെ ഏൽപ്പിക്കും, നീ അതൊന്ന് കൊണ്ടുവന്നിട്ട് ചാട്ടാക്കി വെക്കണം എന്ന്, അല്ലെങ്കിൽ ബാറ്ററി ഇറങ്ങിപ്പോകുന്നു. ഈ വാഹനം ഇങ്ങനെ തന്നെ നിടക്കരുത്, 5 നേരം കുനിയണം, ഓരോ സന്ധിയൊക്കെ നടക്കണം എന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടി വരും. അത് ചെയ്യേണ്ടി വരും. ഇടക്കിടക്ക് നമ്മുടെ ഓയിലും അതിലുള്ള വസ്തുക്കളൊക്കെ ഒന്ന് മാറ്റണം എന്ന് കമ്പനി പറയുമ്പോ ഓയിൽ ചേഞ്ചിന് മനുഷ്യൻ നിർബന്ധിതനാകുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള സംഗതികളൊക്കെ ഒന്ന് പോട്ടെ, ഇടക്കിടക്ക് നോമ്പെടുക്കണമെന്ന് മനുഷ്യനോട് റബ്ബ് പറഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കേണ്ടി വരും. ആ നിയമസംഹിതയാണ് ഇസ്ലാം. മനുഷ്യനെ പടച്ചവൻ മനുഷ്യൻ ജീവിക്കാൻ എങ്ങനെയൊക്കെയാണ് മാർഗങ്ങളെന്ന് പറഞ്ഞു തന്ന വിശുദ്ധമായ ആദർശം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, വലുന്നിലാഹിയുൻ, ദൈവികമായ സംവിധാനം. ഇതിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മളെല്ലാവരും. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം
മരണവക്രത്തിൽ തൻ്റെ മക്കളെയെല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ട് നടത്തുന്ന ഒരു ഉപദേശം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 130 മുതലുള്ള വചനങ്ങളിൽ ഉദ്ധരിക്കുന്നുണ്ട്. അം കുൻതും ശുഹദാ ഇദ് ഹളറ യാഖൂബൽ മൗത്ത് ഇത് ഖാല ലിബനി, മക്കളോട് യാക്കൂബ് നബി മരണ സന്ദർഭത്തിൽ പറഞ്ഞു, മാ തഅബദൂന മിൻ ബഅദി ഇന്നല്ലാഹ ഇസ്തഫാ ലക്കുമുദ്ദീൻ, മക്കളെ അല്ലാഹു നിങ്ങൾക്ക് ഇസ്ലാമിനെ ദീനായി തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, ഇനി മുസ്ലിങ്ങളായിട്ട് വേണം മരിക്കാനും, ഇടക്ക് വെച്ച് വ്യതിചലിക്കരുത്, എക്സായി പോകരുത്, മുസ്ലിമായിട്ട് തന്നെ വേണം മരിക്കാനും. അവിടുന്ന് ചോദിച്ചു, മാ തഅബദൂന മിൻ ബഅദി, എനിക്കു ശേഷം നിങ്ങൾ ആരെ ആരാധിക്കും? നഅബുദു ഇലാഹക് വഇലാഹ ആബായിക് ഇബ്രാഹിം വഇസ്മാഈൽ വഇസ്ഹാഖ് ഇലാഹം വാഹിദ, അങ്ങ് പഠിപ്പിച്ച ഇലാഹിനെ, അങ്ങയുടെ പിതാവാകുന്ന ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും പഠിപ്പിച്ച ഇലാഹിനെ, ഏകനാം അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കും. ആ മക്കളുടെ സന്തോഷപൂർവ്വമുള്ള മറുപടി കേട്ട് സായുജ്യത്തോടു കൂടെയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം മരണപ്പെടുന്നത്.